അപ്പോൾ ഇന്ന് നമ്മൾ ലീഫിൽ ചെയ്യുന്നത് ആസിഫലിയുടെ ഈ ഒരു പിക്കാണ്. അപ്പോൾ നമുക്ക് ഈ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റെൻസിലാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റെൻസിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തൊരു മെത്തേഡ് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ലീഫിൽ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാവിൻ്റെ ഇലയാണ്. അപ്പോൾ പ്ലാവിൻ്റെ ഇല എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് വീതിയുള്ള ഒക്കെ എടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ സ്റ്റെൻസിൽ ചെയ്ത പിക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ലീഫ് സെൻറ്ററായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ പിക്കിൽ എവിടെയൊക്കെയാണോ ബ്ലാക്ക് കാണുന്നത് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷെയ്ഡ് കാണാം. അപ്പോൾ നമ്മൾ ആ ഷെയ്ഡ് എവിടെയൊക്കെയാണുള്ളത് ആ ബ്ലാക്ക് ഷെയ്ഡൊക്കെ നമ്മൾ ഈ ലീഫിൽ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിക്കിൽ എവിടെയൊക്കെയാണോ വൈറ്റ് ഏരിയാസ് ഉള്ളത് അതൊക്കെ നമ്മൾ ഈ ലീഫിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ലീഫിൻ്റെ ഒരു തണ്ടൊക്കെ ഉണ്ടല്ലോ, ഈ ഏരിയ കറക്റ്റ് കട്ട് ചെയ്യണം. അവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫേസ് തന്നെ മാറിയെന്ന് വരും. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ കട്ട് ചെയ്ത ഷേപ്പ് ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്താൽ നമ്മൾ നൈഫിൽ ആ പാർട്ട് കിട്ടും. എന്നിട്ട് എടുക്കുക. അല്ലാതെ കൈയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ പാർട്ടല്ലാത്ത ഭാഗങ്ങളെല്ലാം ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്ത ഏരിയാസ് അതിൽ നിന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിക്കിന്
ഈ ഒരു ലീഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു വൈറ്റ് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ A4 ഷീറ്റ് ജസ്റ്റ് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ലീഫ് വെക്കുക. എന്നിട്ട് ഒരു പെൻ യൂസ് ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് കട്ട് ചെയ്യണമാവും നല്ലത്. ഞാനിവിടെ ഡയറക്റ്റ് ബ്ലേഡ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ അത് കറക്റ്റ് ആ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ലീഫിൻ്റെ ഷേപ്പിൽ നമ്മൾ ആ A4 ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീഫിൻ്റെ ബാക്ക് സൈഡിലാണല്ലോ നമ്മൾ വരച്ചത് കട്ട് ചെയ്തതെല്ലാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്തായിട്ട് ആണ് ഈ A4 വെക്കേണ്ടത്. അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഈ ബാക്ക് സൈഡിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്ത ആ ഏരിയയിൽ നമ്മൾ ഈ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഈ സ്റ്റിക്ക് ടാപ്പ് ജസ്റ്റ് അതിൻ്റെ സെൻറ്ററിലുള്ള ലീഫിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ അത് രണ്ട് സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ ലീഫ് ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ ചെറുതായിട്ട് ഒട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പതുക്കെ എടുക്കണം. അങ്ങനെ പതുക്കെ അതിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ഈ പിക്കിൻ്റെ നമ്മളിപ്പോൾ ടാപ്പ് ഒട്ടിച്ചില്ല അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഏരിയയിലാണ് നമ്മൾ ഇത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ടാപ്പ് ഒന്ന് ഒട്ടിക്കോട്ടെ. അപ്പോൾ അത് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ നേരത്തെ ടാപ്പ് ഒട്ടിച്ചതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ആ ഫ്രണ്ട് ഏരിയ മൊത്തം നമ്മൾ ടാപ്പ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഒട്ടിക്കാം. ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഒട്ടിച്ച പോലെ ഈ ടാപ്പ് ബാക്ക് സൈഡിലും ഒട്ടിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പെല്ലാം കവർ ചെയ്തിട്ട് അപ്പോൾ അത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ സൈഡെല്ലാം ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തുകൊണ്ട് സൈഡൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ എയറും അതുപോലെ നമ്മൾ വെള്ളമൊക്കെ തട്ടിനായി പോകും. അപ്പോൾ അതും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്രോസ് ചെയ്ത് ഒട്ടിച്ചിട്ട് നമ്മളൊന്ന് മടക്കി ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇതുപോലെ ഇതിൻ്റെ എല്ലാ സൈഡ്സും ഇതുപോലെ ഒട്ടിച്ചിട്ട് ആവശ്യമില്ലാത്ത ഏരിയ ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമോ അതല്ലെങ്കിൽ കാറ്റോ ഒന്നും കടക്കില്ല. ഇത് ഫ്ലെക്സിബിൾ ആയിരിക്കും. കാരണം നമ്മൾ എങ്ങനെ ചുട്ടിയാലും
എങ്ങനെ മടക്കിയാലും ഇതിനൊരു കുഴപ്പവും വരില്ല. ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് പേപ്പർ കൊടുക്കാതെ ചെയ്തതെന്നാണിത്. ഇതുപോലെ നമ്മൾ വെള്ളമൊന്നും കടക്കാത്ത രീതിയിലാണ് ഒട്ടിച്ചെടുത്തുള്ളത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇതിന് കീറലോ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.